ഹൗസിലിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ മസ്താനി ഇപ്പോൾ എവിക്റ്റ് ആയിരിക്കുകയാണ്. ലാലേട്ടൻ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് എവിക്ഷൻ നടത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും 100% ഉറപ്പായിരുന്നു ഈ ഒരാൾ ഈ ഒരു ഷോയിൽ നിന്നും എവിക്റ്റ് ആവാൻ പോവുകയാണ് എന്ന്. കാരണം വേറൊന്നുമല്ല, ലാസ്റ്റ് വീക്കിൽ നടന്ന കുറച്ച് സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. വേറെ ആരുമല്ല, നമ്മുടെ മസ്താനിയും 100% ഇത് ഒരു ഉറപ്പായ കാര്യമായിരുന്നു, മസ്താനി എവിക്റ്റ് ആവുകയാണ് എന്നുള്ളത്. കാരണം ഒനിലിൻ്റെ ഒരു കേസ് വളരെയധികം നെഗറ്റീവായി അടിച്ചിരിക്കുകയാണ് നമ്മുടെ മസ്താനി വന്നത് മുതൽ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം പുറത്തുള്ള കാര്യങ്ങൾ ഹൗസിൽ പറഞ്ഞു, ഹൗസ് മേറ്റ്സിനോടായിട്ട് പങ്കുവെച്ചു എന്നെല്ലാം. ആ ഒരു രീതിയിൽ ഹൗസ് മേറ്റ്സിനെല്ലാം മസ്താനിയോട് ഒരു നെഗറ്റീവുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂവും കൂടി വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ കുഴപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മസ്താനിയുടെ ഫേസിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം. ഈ ഒരു ലക്ഷ്മി മസ്താനിയുടെ ഇഷ്യൂവിൽ കയറി ഇടപെട്ടതും അത് വളരെ വലിയ ഇഷ്യൂസായിട്ട് മാറിയതും ലാലേട്ടൻ ഇടപെട്ടതും എല്ലാം. എന്തായാലും മസ്താനിയുടെ ഒരു സ്റ്റാൻഡ് വെച്ച് അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ളൊരു ഗെയിം കളിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം ചാൻസും ഹോപ്പും ഒക്കെ ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു മസ്താനി. എന്താ ചെയ്യുക, അതിനുള്ള ഒരു ചാൻസ് പോലും മസ്താനിക്ക് കിട്ടിയില്ല. കാരണം മസ്താനിയുടെ ആവശ്യമില്ലാത്ത കുറച്ച് ഗെയിം പ്ലാനുകളും കുറച്ച് മറ്റുള്ളവരെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് പറയുക, പേഴ്സണൽ ലൈഫ് എടുത്ത് പറയുക, പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് മസ്താനിക്ക് തന്നെ ഉള്ള ഒരു വില കളഞ്ഞു കിട്ടി. അപ്പോൾ മസ്താനി പോകുമ്പോൾ നമ്മുടെ ആര്യൻ തുള്ളിച്ചാടാണ്. കാരണം വേറൊന്നുമല്ല, അപ്പാനി ശരത്ത് പോയപ്പോൾ നമ്മുടെ മസ്താനി തുള്ളിച്ചാടിയിരുന്നു. മസ്താനിയും അപ്പാനിയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഈഗോ കാരണം അപ്പാനി പോകുന്ന ആ നിമിഷത്തിൽ മസ്താനി, വേറെ ആരായാലും നമ്മൾ പോകുന്ന ഒരാൾ ഹൗസിൽ നിന്നും ഔട്ടാകുന്ന സമയത്ത് ഒന്ന് വിഷമിക്കും, എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് പറഞ്ഞ് സോൾവ് ആക്കിയിട്ടായിരിക്കും അയാൾ വിടുക. പക്ഷേ മസ്താനിയുടെ കേസിൽ അതായിരുന്നില്ല. കാരണം ആ ഒരു റിവഞ്ച് വെച്ച് തുള്ളിച്ചാടി കൈയടിച്ച് ക്യാമറകളിലെല്ലാം നോക്കി ബിഗ് ബോസിനും പ്രേക്ഷകർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പാനീനെ പറഞ്ഞു വിട്ടത്. അതൊക്കെ അപ്പാനിക്കും വളരെയധികം ഹേർട്ടായിട്ടുണ്ടാവും. കാരണം നമ്മൾ ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ ഹൗസിൽ വെച്ചിട്ട് തന്നെയായിരിക്കണം പുറത്ത് ഇറങ്ങേണ്ടത്. പക്ഷേ മസ്താനിയുടെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പാനി പോയിട്ടും അയാളോടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ മസ്താനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മുടെ അപ്പാനിയുടെ ഫ്രണ്ട്സായിട്ടുള്ള അക്ബറും റെന ഫാത്തിമയും ബിന്നിക്കും ആര്യനുമൊക്കെ വളരെയധികം ഹേർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മസ്താനി ഇപ്പോൾ എവിക്റ്റായ സമയത്ത് നമ്മുടെ ആര്യൻ തുള്ളിച്ചാടാണ്. അവർ ആ പുലിക്കളിയുടെ ആ മാസ്കൊക്കെ ഇട്ടിട്ട്, കാരണം അപ്പാനി അന്ന് ആ മാസ്കൊക്കെ ഇട്ടിട്ടാണ് പുലിക്കളി കളിച്ചുകൊണ്ടാണ് അപ്പാനി പോലും അറിയാതെ ഹൗസിൽ നിന്ന് എവിക്റ്റായത്. അപ്പോൾ ആ ഒരു വേഷത്തിൽ തന്നെ റിവെഞ്ച് കൊടുക്കുകയാണ് നമ്മുടെ മസ്താനിക്ക്. അനുമോളൊക്കെ കുറച്ച് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം അനുമോൾ ആര് പോയാലും കരയും. അത് അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് അനുമോളുടേത്. അപ്പോൾ റെന ഫാത്തിമയും ബിന്നിയും ഒക്കെ പറയുന്നുണ്ട്. കാരണം അപ്പാനി പോയ സമയത്ത് മസ്താനി വെല്ലുവിളിച്ചിരുന്നു നമ്മുടെ ബിന്നിയോട്. അപ്പോൾ ബിന്നി പറഞ്ഞിരുന്നു ഈ ആഴ്ച അപ്പാനിയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് മസ്താനിയാണെന്ന്. അത് അച്ചട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഈ ആഴ്ച നമ്മുടെ ഹൗസിൽ നിന്നും വിട വാങ്ങുന്നത് വേറെ ആരുമല്ല, നമ്മുടെ മസ്താനി തന്നെയാണ്. അപ്പോൾ ആര്യനൊക്കെ എന്താ പറയുക, താങ്ക്സ് പറയുന്നുണ്ട് ബിഗ് ബോസിനോട്. എന്തായാലും പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.